ഒന്നലന്നേ തൊടാതെ കിടക്കുന്ന നമ്മുടെ ചോറ് കണ്ടോ പറ്റിച്ചെടുത്തതാണ്. എന്നാലും എൻ്റെ ബെൻസി എങ്ങനെയാണ് ഇത് ഇങ്ങനെ റെഡിയായിട്ട് കിട്ടുന്നത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ പെട്ടെന്ന് തന്നെ ഹെഡ് മീ ലോഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒറ്റ കറികളും ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ചോറ്. അപ്പോൾ ഇത് നമ്മുടെ റൈസിന്റെ കൂടെ വീണ്ടും കൊതിപ്പിക്കാനായിട്ട് വന്നേക്കാണ്. ബീഫ് കുറുമയാണ് ഇന്നത്തത്. ആഹാ, എന്താ ഒരു മണം, എന്താ ഒരു ടേസ്റ്റ്. അപ്പോൾ വെജിറ്റേറിയൻകാർ വിഷമിക്കേണ്ട, ഞാനൊരു വെജിറ്റബിൾ കുറുമ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് ആക്കണം. മുന്തിരി കൂടുതൽ വേണ്ട, മധുരം കൂടുതലായാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പൊ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. അപ്പൊ ഇനി നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫാണ്. ബീഫ് കഴുകുമ്പോൾ അതിനകത്തെ ബ്ലഡ് പോവാനായിട്ട് ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ആ ബ്ലഡ് ഫുൾ പോകുമേ. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ബീഫാണ്. ഇത് കുറച്ച് എല്ല് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറുമയ്ക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടും. പക്ഷെ ഇത് എല്ലില്ല കേട്ടോ. മേടിക്കാൻ പോയപ്പോൾ പറയാൻ മറന്നു, ഇത്തിരി എല്ലിടണേന്ന്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് എരി കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയേ. ഗരം മസാല 1 ടീസ്പൂൺ. അപ്പൊ ചിലര് കുറുമ വെക്കാൻ ഗരം മസാല ചേർക്കാറില്ല. പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതിന്റെ പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിന്റെ പൊടി മാത്രം ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിളക്കാം. അപ്പോൾ നമ്മുടെ ആ ബീഫിന് നല്ല ഒരു മണം കിട്ടുമേ. ഒത്തിരി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഒന്ന് ഞെരുടുവൊന്നും വേണ്ട കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇപ്പൊ തന്നെ ആ വെളിച്ചെണ്ണയും മുളക് പൊടിയും കൂടെ ഒക്കെ ആയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ടേ. അപ്പൊ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഓർത്ത് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. ഒരു 2 സ്പൂൺ. അപ്പൊ ഞാനിപ്പോ ഒരു 12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും പേസ്റ്റ് ആക്കാനായിട്ട് ചേർക്കാം. ഞാൻ പക്ഷേ പച്ചമുളക് ചേർത്തിട്ടില്ല. ഈ മസാല പുരട്ടി ഒരു 1-2 മണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത്. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചേക്കണേ. അപ്പൊ ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. ഇതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ ഫുൾ എടുത്തിട്ടില്ല. ഇതുപോലെ ഒരു 2 പിടി കണ്ടോ, ഇത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ. 1-ാം പാല് ഞാൻ 1/2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതായത് ഈ തേങ്ങയ്ക്കകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം അരച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം 2-ാം പാല് 1 ഗ്ലാസ് എടുക്കുന്നുണ്ട്. വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച ശേഷം അരിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 സ്പൂൺ നെയ്യും ബാക്കി ഓയിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നെയ്യുണ്ട്. ഇനി ലേശം കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി ഇല്ലേ. ഇനി നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള, ബീൻസ്, 1 ക്യാരറ്റ്. അപ്പൊ വെജിറ്റബിൾസിന്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാമേ. പിന്നെ അങ്ങ് വെന്തു പോകണ്ട. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കാം. കാരണം നമ്മൾ വേറെ എരിക്ക് വേണ്ടി ഇതിനൊന്നും ചേർക്കുന്നില്ലേ. റൈസിന് കളറിന് വേണ്ടി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി അരി 1/2 മണിക്കൂർ കുതിർത്ത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് ലേശം മല്ലിയില. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. 6 ഗ്ലാസ് വെള്ളം എടുക്കാൻ കാര്യം ഇത് തിളച്ച വെള്ളമല്ല, സാധാ വെള്ളമാണ്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരിത്തിരി ഒന്ന് വറ്റും. അപ്പൊ അതല്ല, നിങ്ങൾ തിളച്ച ചൂടുവെള്ളമാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ് ആയാലും മതിയേ. റൈസിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ അല്പം ഉപ്പ് മുമ്പിട്ട് നിൽക്കണം. അപ്പൊ നമ്മൾ കറി കൂട്ടിയാൽ കഴിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി ഉപ്പാവല്ലേ. അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ പറ്റിച്ചാണ് എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട നിങ്ങൾ എല്ലാവരും ഇതുപോലെ അരി വേവിച്ച് പറ്റിച്ചെടുക്കാൻ എക്സ്പേർട്ട് ആയിക്കാണ്. നമ്മളിപ്പോൾ ഒത്തിരി റെസിപ്പി ചെയ്തു അങ്ങനെ. അപ്പോൾ ഇതുപോലെ പറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുക്കറിൽ ചെയ്യണമെന്നുള്ളവർ ഈ സെയിം പ്രോസസ്സിങ് ഇതെല്ലാം കൂടെ കുക്കറിൽ ആക്കിയ ശേഷം ഒറ്റ വിസിൽ വരുത്തുക. വെള്ളമെല്ലാം കറക്റ്റ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുത്ത ശേഷം ഒറ്റ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ, അതിനുശേഷം ഓഫ് ചെയ്തിട്ടേക്കുക. ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക.
അതും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി നെയ്യ് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയേ. അപ്പം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എടുത്തു, ക്യാരറ്റ്, ബീൻസ് എടുത്തു. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഇല്ല എങ്കിലും നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാം. പിന്നെ ഇതിന് പേരൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം, പുലാവ് എന്ന് പറയാം, സ്പെഷ്യൽ റൈസ് എന്ന് പറയാം, ഫ്രൈഡ് റൈസ് എന്ന് പറയാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് തീ കൂട്ടിയിടണ്ട. ഞാൻ തീ കുറച്ചിട്ടേക്കുവാണേ. ആ ചെറു തീയിൽ കിടന്നത് വേവട്ടെ. അപ്പൊ ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ അതാ റൈസ് നല്ല പരുവമായിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഏറ്റവും തീ കുറച്ചാണ് ഇട്ടിരുന്നത്. വെള്ളം മുഴുവൻ വറ്റി. അപ്പോൾ ഒട്ടും വെന്ത് പോയിട്ടും ഇല്ല. അപ്പോൾ ഇനി വേവണം, റൈസ് കുറച്ചുകൂടി വേവണം, വെള്ളം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അടച്ച് തന്നെ വെച്ചേരെ. തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടത്തിരുന്ന് വെന്തോളും. അതല്ല റൈസ് വെന്തു എങ്കിൽ അടച്ച് വെക്കണ്ട, ഇങ്ങനെ തുറന്നു വെച്ചേരെ. ഒത്തിരി വെന്തു എങ്കിൽ. ഇതിപ്പോൾ ഇവിടെ റൈസ് പരുവമാ. കൂടുതൽ വെന്തിട്ടുമില്ല, എന്നാൽ വേവാതിരുന്നിട്ടുമില്ല. അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കുക. നമ്മൾ സവാള ബിരിയാണിക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതിൻ്റെ ഏകദേശം ഒരു പരുവമായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ചെറുതും വലുതുമായിട്ട് 20 കൊച്ചുള്ളി. അപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം, അതാണ് ടേസ്റ്റ്. നന്നായിട്ടൊന്ന് വയളട്ടെ. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വേണ്ട. സവാള നന്നായിട്ട് ഫ്രൈ ആയി. നമ്മുടെ ചെറിയ ഉള്ളിയും നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ബ്രൗൺ ആവാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂറിൽ കൂടുതലായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേറെ കുറേ പണികൾക്ക് പോയി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ ടൊമാറ്റോ യൂസ് ചെയ്യത്തില്ലേ ചേച്ചി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ടൊമാറ്റോ ചേർക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ, പരുവമാണോന്ന്. മസാലയ്ക്ക് ഇപ്പം തന്നെ ഒരു നല്ല ടേസ്റ്റ്. എണ്ണയ്ക്കകത്ത് കിടന്ന് ബീഫ് കണ്ടോ നന്നായിട്ട് വഴണ്ടു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 പാല്, കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കണേ. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇത് ഞാൻ അന്ന് ഇറച്ചിച്ചോറെന്ന് കുറേ പേര് പറഞ്ഞു, ഇതാണ് ദം ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ഞാൻ യൂസ് ചെയ്ത അതേ ബീഫാണ് ഇത്. അപ്പം ഞാനിത് കറക്റ്റ് 6 വിസിൽ വരുത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വേവും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, അത് ബീഫിലും ഡിപ്പെൻഡാണ്, കുക്കറിലും ഡിപ്പെൻഡാണ്. ബീഫ് അധികം മുറ്റാത്തതാണെങ്കിൽ ഈ 6 വിസിൽ മതി കറക്റ്റ്. പക്ഷെ നിങ്ങളുടെ കുക്കറിലും ഡിപ്പെൻഡാണേ അത്. അതുകൊണ്ട് എപ്പോഴും ഒരു 5-6 വിസിൽ വരുത്തിയ ശേഷം ഓഫ് ചെയ്തിടുക. അതിനുശേഷം ഫുൾ സ്റ്റീം പോയ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വേവിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇതാ ഫുൾ സ്റ്റീം പോയി, നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്താ ഒരു പരുവം നോക്കിക്കേ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ടു. ഇത്തിരി കൂടി ഒന്ന് നോക്കട്ടെ, കാരണം ഓവർ മധുരമാകാനും പാടില്ല. കുഴപ്പമില്ല. അപ്പോൾ ഒരു 3 സ്പൂൺ ഉണ്ടായിരുന്നേ ഞാനത് മൊത്തം അരച്ചത്. ഏകദേശം ഒരു 2 സ്പൂണൊക്കെ മതി കേട്ടോ. ഇത് ബാക്കി വെച്ചേക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ കഷ്ണം ഒന്ന് വെന്തോന്ന് നോക്കട്ടെ. കഷ്ണം നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് തിക്ക് പാലൊഴിച്ച് കൊടുക്കാം. അധികം ഗ്രേവി ഒന്നുമില്ല കണ്ടോ. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി, ഓവറായിട്ട് തിളയ്ക്കണ്ട. ലേശം കൂടി ഉപ്പിടുവാണേ. അപ്പോൾ ഇത് ഇരുന്ന് കുറുകുമേ. അയ്യോ ഇത്രയും ഗ്രേവിയൊന്നും പേടിക്കേണ്ട, നല്ല തിക്ക് ഗ്രേവിയാ. അപ്പോൾ അതെ ഞാൻ ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കുറുമ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഫ്രൈ ചെയ്തിടാമേ, അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തിടാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റി റൈസും അതുപോലെ തന്നെ ബീഫ് കുറുമയും റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപാര ടേസ്റ്റ് ആണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.